ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർത്തും വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും കല്യാണ സദ്യയൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ? അതിലെ സാമ്പാറിന് ഒരു പ്രത്യേക രുചിയാണല്ലേ. നമ്മൾ എത്ര വീട്ടിൽ ശ്രമിച്ചാലും അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ ഞാനും ഇതുപോലെ കുറേ നാളായിട്ട് ആ സാമ്പാറിൻ്റെ റെസിപ്പി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഒത്തിരി സദ്യകൾ ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അതായത് നമുക്ക് സദ്യയിൽ ഉണ്ടാക്കുന്ന സാമ്പാർ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഒത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. അത് കേടാവില്ല. നമ്മളതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ടാണ് സാമ്പാർ പൗഡർ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഈ സാമ്പാർ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും സാമ്പാർ വയ്ക്കുന്നത്. പക്ഷേ അതിലത്തെ ക്വാണ്ടിറ്റി റേഷ്യോ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്ലേവർ, അതായത് രുചി കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാമ്പാർ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാറാണ്. നമുക്കിതിൻ്റെ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് മുളക് 300 ഗ്രാം, മല്ലി 300 ഗ്രാം, കടലപ്പരിപ്പ് 150 ഗ്രാം, ഉഴുന്നുപരിപ്പ് 50 ഗ്രാം, ഉലുവ 25 ഗ്രാം, പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില. ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പകുതിയാണെങ്കിൽ ട്രൈ ചെയ്യുക. അതായത് 300-ന് പകരം 150. അപ്പോൾ എല്ലാം പകുതി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഞാനിത് ഈ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 300 ഗ്രാം മുളക്, അങ്ങനെയെല്ലാം ഇതിൻ്റെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ വന്നിട്ട് ഇനി വെയിറ്റ് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള പാത്രം, ചീനിച്ചട്ടി അല്ലെങ്കിൽ ഒരു ഉരുളിയിലായാലും നമുക്കിത് ഉണ്ടാക്കാം. ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൽ ഇട്ട് കൊടുക്കേണ്ട ഐറ്റം ഉലുവയാണ്. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ വറുക്കുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ ഉലുവ ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടിയിട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്ത് എടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മല്ലിയും മുളകും കൂടിയിട്ട് ഇട്ടിട്ട് വറുക്കാം. ഇതൊക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ്. കറിവേപ്പിലയും ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്ത് കോരണം. ഒന്നും മുൻപ് പറഞ്ഞതുപോലെ കരിയാൻ പാടില്ല. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ രുചി പോവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് ഉരുളിയിൽ തന്നെ വെക്കാതെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതായത് ഇങ്ങനെയാണ് വറവ് വരുന്നത് ഇതിൻ്റെ. ഇനി നമുക്കത് പൊടിച്ചെടുക്കണം. ഇത് പൊടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചെറിയ ചൂടോട് കൂടിയിട്ട് എല്ലാം പൊടിച്ചെടുക്കണം. നല്ല ചൂട് മാറാൻ പാടില്ല. അപ്പോൾ നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പൗഡർ ചൂടാറിയതിന് ശേഷം മാത്രമാണ് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത് നല്ലത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുന്നതിനായിട്ട് 1-2 കണ്ടെയ്നറിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്കിനി ഒരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് ഇപ്പോൾ നമ്മൾ വെണ്ടക്കായ, മുരിങ്ങക്കായ, മത്തങ്ങ, ഈ 3 ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ കുമ്പളങ്ങ, ക്യാരറ്റ് അതെല്ലാം യൂസ് ചെയ്യാം. നമുക്കാദ്യം പരിപ്പ് ഇടാം. അതിലേക്ക് കുറച്ച് മത്തങ്ങ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. സാമ്പാറിന് നല്ല തിക്നെസ് കിട്ടാൻ നല്ലതാണ്. അത് നമുക്ക് വേവിക്കുന്ന സമയം കൊണ്ട് വെണ്ടക്കായ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ നേരം കൊണ്ട് ഇതാ പരിപ്പ് വെന്ത് കിട്ടി. നമുക്ക് ആ മത്തങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായും ബാക്കിയുള്ള മത്തങ്ങയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ഒരു വിസിലടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പാർ പൗഡർ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൗഡർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കി തരും. ഇനി നമുക്ക് ഇതിൽ കായത്തിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് താളിക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്,
കറിവേപ്പില ഇട്ടിട്ട് അത് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല സ്വാദിഷ്ടമായ സാമ്പാറാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.